എന്താ നാടകം കളിക്കണ്ട? ആരോടാണ് നാടകം കളിച്ചിട്ടാണ് ഈ കേരളം കേരളമായത്, ഈ രാജ്യം രാജ്യമായത്? ഈ മലയാളി നട്ടലെന്ന് പറഞ്ഞ് നടക്കുന്നത് ഒരുപാട് ആളുകൾ നാടകം കളിച്ചിട്ടാ, ഒരുപാട് അടുക്കളകൾ അരങ്ങത്തെത്തിയത് നാടകം കളിച്ചിട്ടാ. പിന്നെ നാടകം കളിക്കണ്ട? മക്കളൊക്കെ അല്ലേ? എടാ, നിന്റെ വീട്ടിലുണ്ടോ ഒരുപാട് നാടകം കളിക്കുന്നവര്? നിന്റെ മക്കള് നിന്റെ മുന്നിൽ കളിക്കുന്ന നാടകത്തെ കുറിച്ച് നിനക്കെന്തെങ്കിലും അറിയോ? നിന്റെ മക്കൾ ഇന്ന് നാടകം കളിച്ചുകൊണ്ടിരിക്കുക. നിന്റെ മകൾ എല്ലാവരും നാടകം കളിക്കുക. അയ്യോ, എന്റെ മോനൊന്നും ചെയ്യില്ല. അവനോ അത് മറ്റേ ചക്കൻ, അവന്റെ കൂടെ കൂടിയപ്പോഴേ ഞാൻ പറഞ്ഞതാ എന്ന് പറയാറില്ലേ? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ നാടകതലത്തിൽ ഈ സമൂഹത്തോട് വിളിച്ചു പറയേണ്ടതുണ്ട്. അത് നാളെയും മറ്റന്നാളും നിങ്ങളത് ഏറ്റെടുത്ത് പറയേണ്ടതുണ്ട്. എങ്കിലേ ഈ രാജ്യം നന്നാവൂ. നമ്മുടെ തലമുറ സിന്തറ്റിക് ലഹരിയിൽ കടിമപ്പെട്ട് കാറ് പോയിക്കോട്ടെ, ലോറി പോയിക്കോട്ടെ, എല്ലാം പോയിക്കോട്ടെ. പക്ഷേ നമ്മുടെ രാജ്യം അപകടക്കണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റേതോ ദുഷ്ടശക്തികൾ നമ്മുടെ രാജ്യത്തെ വിഴുങ്ങാൻ വേണ്ടി സിന്തറ്റിക് ലഹരിയുടെ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ അവതരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നില്ലെങ്കിൽ നാളെ ഭ്രാന്തമായ ഒരവസ്ഥയിൽ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ, നമ്മുടെ പോലീസുകാർ, നമ്മുടെ ആശുപത്രികൾ, നമ്മുടെ കോടതികൾ പോലും തലയില്ലാത്തവരുടെ ഒരു കളിക്കളമായി മാറും. അന്ന് ഈ രാജ്യം ഉണ്ടാവില്ല. അതിനുവേണ്ടി നിങ്ങൾ ഓരോരുത്തരും ഒരു മനസ്സ് അതിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇന്നിവിടെ തുടങ്ങി ഒരു മനസ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ രാജ്യത്തെ രക്ഷിക്കാൻ കഴിയും. അല്ലെങ്കിൽ ഇന്ത്യ എന്ന രാജ്യം മറ്റു പല സാമ്രാജ്യ ശക്തികളും കൈയടക്കിയതുപോലെ വലിയൊരു കൊട്ടയുടെ അടിയിലെ മുട്ട പോലെ ആരും കാണാതെ, വിരിയാതെ, പൂക്കാതെ, കായ്ക്കാതെ നശിച്ചു പോകും എന്ന്. ഇതൊക്കെ ഞാനിങ്ങനെ വിളിച്ചു പറയണ്ട. നമ്മുടെ വേലായുധായിട്ടുണ്ട് മാനസിക നിലത്തെ ഇതിലെതിലെയോ പണി നടക്കുന്നത്. ഞാനോ വേലായുധ ഇങ്ങോട്ട് വാ, നിനക്ക് പറയാനുള്ളത് പറയണം. ഞാൻ പറഞ്ഞത് സത്യമല്ലേ? നിങ്ങൾ എന്തിനാണ് അറിയുന്നത്? നിങ്ങൾ എന്തിനായി അറിയുന്നത് മനസ്സാ? വേലായുധന് പ്രാന്ത, ഇപ്പൊ പ്രാന്തനായി. നിങ്ങൾക്ക് പ്രാന്ത, ആർക്കൊക്കെയോ പ്രാന്ത. എനിക്ക് പ്രാന്തണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ. അത് പറയും. ആരാന്റെ അമ്മയ്ക്ക് പ്രാന്തളിയെ കാണാൻ നല്ല ചേലല്ലേ? നിങ്ങളൊക്കെ ചിരിക്കൂ. പക്ഷേ നിങ്ങൾക്കറിയില്ല, നിങ്ങൾ എന്റെ കുടുംബം തകർന്നത് എങ്ങനെയാ നിങ്ങൾ അറിയില്ല. നിങ്ങൾക്കായി മനസ്സിലാക്കാനുള്ള വിവരം ഉണ്ടായില്ല. എന്റെ മക്കള്, നിങ്ങളെയൊക്കെ മക്കളുണ്ടാവും. ഓലൊക്കെ ഓരോരോ റാമ്പർപ്പ് കളിക്കുമ്പോ നിങ്ങൾ പറയൂ, എന്റെ മോൻ നീറ്റ, എന്റെ മോള് നീറ്റ, ഇതല്ലേ പറയല്? എന്റെ മോള് നീറ്റ. പക്ഷേ അത് പറഞ്ഞതാ ഞാനും. എന്റെ മോള് നീറ്റ, എന്റെ മോൻ നീറ്റാന്ന് ഞാനും പറഞ്ഞതാ. പക്ഷേ പോടാ, എല്ലാം പോയി. വേലായുധേ, ഒരുപാട് വീടുകളിൽ പണിയെടുത്ത്, അങ്ങനെ പണിയെടുത്ത് ഞാൻ വേല ചെയ്ത് വെറും വേലായുധനായി. അങ്ങനെ ഒരു വേലായുധ ഒരു ദിവസം സാവിത്രി എന്ന് പറഞ്ഞ ഒരു കുട്ടീനെ കണ്ട് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ച് ഞങ്ങൾ അങ്ങനെ സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് 2 കുട്ടികളുണ്ടായി. എന്റെ മോനെ ഞാള് സ്നേഹത്തോടെ വിളിക്കുന്നറിയോ? പൊന്നൂട്ടൻ. ആ പൊന്നൂട്ടനുണ്ടല്ലോ, നല്ലൊരു മോനായിരുന്നു. എടാ, എനിക്ക് വെള്ളം വേണോ? എനിക്ക് ലേശം വെള്ളം വേണം. എന്തെന്നായത്